തവിയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചക്കക്കുരു റെസിപ്പിയാണ്. പണ്ട് കാലത്ത് ചായക്കടിക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചക്കക്കുരു വരട്ടിയത്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ ചക്കക്കുരു ഇട്ട് കൊടുക്കുക. നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലി വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ പുറമേ ഉള്ള ആ ബ്രൗൺ കളർ തൊലി മുഴുവനായിട്ട് കളയണ്ട. ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചക്കക്കുരുവിൻ്റെ ഒപ്പത്തിന് വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല പൊടിയുള്ള ചക്കക്കുരു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം തീ കത്തിച്ച് കൊടുക്കാൻ. തീ നല്ല ചൂടില്ലെങ്കിൽ ചക്കക്കുരു വാടിപ്പോവും. അപ്പോൾ ആ ചക്കക്കുരുവിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. എന്ത് സാധനം നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കുകയാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ ആദ്യം കത്തിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോവും. അപ്പോൾ അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മറ്റുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചേരുവകൾ ചേർത്ത് കൊടുക്കുക. 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി കൂടുതലായി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനി എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ ചായക്കൊക്കെ കൂട്ടാൻ നല്ല ഒരു ഉഷാറ് വിഭവമാണ്. ഇനി ചോറുക്ക് ഉപ്പേരിയായിട്ടും വേണമെങ്കിൽ കൂട്ടാം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.